നമസ്കാരം. വയനാട്ടിൽ നിന്ന് അതിജീവനത്തിൻ്റെയും അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെയും ഒക്കെ തന്നെ ചില കഥകൾ പുറത്തു വന്നിരുന്നു. പാതിജീവനുമായി ചെളിയിൽ പുതഞ്ഞവരെ രക്ഷപ്പെടുത്തിയ കഥ, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മറ്റ് നാടുകളിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും പോയവരുടെ കഥ, കൊച്ചു കുഞ്ഞിനെ എടുത്ത് കഴുത്തറ്റം വെള്ളത്തിൽ നീന്തി കരകയറിയ കഥ, അങ്ങനെ നിരവധി കഥകളാണ് ഈ അത്ഭുതകരമായ അതിജീവനത്തിൻ്റേതായി പുറത്തു വന്നത്. പ്രളയം മാറി കര കണ്ടത് ബൈബിളിൽ നോഹയെ അറിയിച്ചത് ഒരു പ്രാവായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ മുന്നറിയിപ്പ് ചൂരൽമല സ്വദേശിയായ കിഴക്കേപ്പറമ്പിൽ KM വിനോദിന് നൽകിയത് അരുമയായി വളർത്തിയ കിങ്ങിണി എന്ന തത്തയാണ്. ഇതുകൊണ്ടാകട്ടെ നിരവധി പേർ രക്ഷപ്പെടുകയും ചെയ്തു. വിനോദിൻ്റെ സുഹൃത്തുക്കളുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ഉരുൾപൊട്ടലിൻ്റെ തലേന്ന് വൈകിട്ട് വിനോദും കുടുംബവും കോളനി റോഡിൽ താമസിക്കുന്ന സഹോദരി നന്ദയുടെ വീട്ടിലേക്ക് മാറിയിരുന്നു. കൂട് ഉൾപ്പെടെ കിങ്ങിണിത്തത്തയും കൂടെ കൂട്ടി. പിറ്റേന്ന് പുലർച്ചെ രണ്ടാമത്തെ വലിയ ഉരുൾപൊട്ടലിന് കുറച്ചുനേരം മുൻപ് കിങ്ങിണി ഒച്ചയുണ്ടാക്കാൻ തുടങ്ങിയതായി വിനോദ് പറയുന്നു. തൂവലുകൾ പറഞ്ഞു പോരും വിധം കൂടിൻ്റെ ഇരുമ്പ് കമ്പികളിൽ വന്നിടിക്കുകയും വലിയ ഒച്ചയുണ്ടാക്കുകയും ചെയ്തു. ഇത് കേട്ടാണ് ഉണർന്നത്. ചൂരൽമല പ്രദേശത്തെ സ്ഥിതി അറിയാവുന്നതിനാൽ തനിക്ക് ഇതിൽ എന്തോ പന്തികേട് തോന്നിയതായി വിനോദ് പറയുന്നു. ഉടൻ തന്നെ ചൂരൽമലയിലെ അയൽവാസികളായ ജിജിൻ, പ്രശാന്ത്, അഷ്കർ എന്നിവരെ വിളിക്കുകയായിരുന്നു. ഫോണെടുക്കാൻ ഉണർന്ന ഇവർ വീടിന് പുറത്ത് നോക്കിയപ്പോഴാണ് ചെളിവെള്ളം ഒഴുകിയെത്തുന്നത് കാണുന്നത്. ഉടൻ തന്നെ അവിടുന്ന് അവർ ഓടിമാറി. വിനോദിൻ്റെയും സുഹൃത്ത് ജിജിൻ്റെയും വീടുകൾ പൂർണ്ണമായി തകർന്നു. അഷ്കറിൻ്റെയും പ്രശാന്തിൻ്റെയും വീട് ഭാഗികമായും തകർന്നു. നിലവിൽ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് വിനോദും സുഹൃത്തുക്കളും കുടുംബവും. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തിയും വടക്ക് കിഴക്കൻ മധ്യപ്രദേശിനും തെക്കൻ ഉത്തർപ്രദേശിനും മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മറ്റൊരു ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനും പാകിസ്ഥാനും മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ ഭരണകൂടങ്ങൾ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 1.9 മുതൽ 2.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മത്സ്യബന്ധന ബോട്ടുകൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും വകുപ്പ് അറിയിച്ചു. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കും വരെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം അതത് തഹസിൽദാർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ആവശ്യമായ ശുചീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന് ശേഷം സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്വീകരിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. 7 കുടുംബങ്ങളും 21 അംഗങ്ങളും ഉൾപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന പാലക്കാട് പോത്തുണ്ടി GLPSന് ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ കാലവർഷത്തെ തുടർന്നുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. ബെയിലി പാലം കടന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കുമുള്ള പ്രവേശനം നിയന്ത്രിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കളക്ട്രേറ്റിൽ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്നു മുതൽ ഒരു ദിവസം രാവിലെ 6 മണി മുതൽ 9 മണി വരെ ബെയിലി പാലത്തിലൂടെ 1500 പേരെ മാത്രമേ കടത്തിവിടൂ. കൂടുതൽ ആളുകൾ വരുന്നത് തിരച്ചിലിനും സന്നദ്ധ പ്രവർത്തനത്തിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഇതെന്ന് മന്ത്രി പറഞ്ഞു. ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് വ്യാജ പ്രചരണമാണെന്നും മന്ത്രി പറഞ്ഞു. ഓരോ ദിവസവും ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി എത്തിക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകർക്കോ പുറത്തുള്ളവർക്കോ ഭക്ഷണം നേരിട്ട് വിതരണം ചെയ്യാൻ അനുവാദമില്ല. കളക്ഷൻ പോയിന്റിൽ ഏൽപ്പിക്കുന്ന ഭക്ഷണവും കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിന് ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. പഴകിയ ഭക്ഷണവും ഗുണമേന്മയില്ലാത്ത ഭക്ഷണവും വിതരണം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ക്രമീകരണം. ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിന് പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു.